ഒടുവിൽ അനുമോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. കുറ്റസമ്മതമല്ല, ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് അനുമോൾക്ക് പി ആർ ഉണ്ട്. അതായത് എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് പി ആറിൻ്റെ ആവശ്യമില്ല. കാര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പേരുണ്ട് അനുമോൾ. എന്നാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇവിടെ പല ചീത്തപ്പേരുകളും പല സൈബർ ബുള്ളിയിങ്ങും പല തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ടാവും. അപ്പോൾ അത് പുറത്തു നിന്ന് നേരിടാൻ ഒരു ടീം ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോകുന്നതിന് മുമ്പ് പി ആർ കൊടുത്തിട്ടാണ് പോയത് എന്നുള്ള സത്യാവസ്ഥ ഇപ്പോൾ ഷാനവാസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനുമോൾ. അതായത് 16 ലക്ഷത്തോളം വരുന്ന പി ആർ, അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം അനുമോൾ കിട്ടുന്നത് 55,000 60,000 രൂപയാണെങ്കിൽ അതിലൊരു നല്ലൊരു പങ്ക് ഈ പറയുന്നത് പോലെ പി ആർ ടീമിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന പി ആർ തുക കൊടുത്താണ് പല ഏജൻസികളെ അനുമോൾ പി ആർ ആയിട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അനുമോൾ ആ ഹൗസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുറത്ത് ന്യായീകരിക്കാനും അനുമോൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പുറത്ത് ഒരു വലിയ സൈബർ ടീം ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് വെച്ച് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പി ആർ കൊടുത്തിരിക്കുന്ന ഒരാൾ അനുമോളാണ്. അതിപ്പോൾ അനുമോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അനുമോൾ പറയുന്നത് അതിലെന്താണ് തെറ്റെന്നാണ്. കാര്യം പി ആർ പലരും വയ്ക്കാറുണ്ട്. അപ്പോൾ പി ആർ വെച്ചതുകൊണ്ട് ഇവിടെ എന്താണ് പ്രശ്നം, ആർക്കാണ് ബുദ്ധിമുട്ട്, അത് നമ്മുടെ ചോയ്സാണ്. കാര്യം ഇവിടെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഷോയ്ക്ക് ആവശ്യമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അത്യന്താപേക്ഷിതമായി പ്രേക്ഷകരെ വോട്ട് കൊണ്ട് മാത്രം ഒരാൾ ജയിക്കുന്ന ഷോയാണ്. അപ്പോൾ അവിടെ പുറത്ത് നമ്മൾ കാണിക്കുന്ന ഓരോ കണ്ടൻറ്റും പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ പുറത്ത് പി ആർ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് യാതൊരു തെറ്റുമില്ല എന്നാണ് ഇപ്പോൾ അനുമോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്.